പാലക്കാട് തേര് തെളിക്കുന്നത് ആരായിരിക്കും? മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പ് കൂടുകയാണ്. നാളെ ഇതേ സമയത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. നാളെ അറിയാൻ കഴിയും ഈ ഘട്ടത്തിൽ ആരായിരിക്കും മുന്നോട്ട് വരിക എന്നത് സംബന്ധിച്ച്. ഇവിടെ കുറേ ആളുകളൊക്കെ തന്നെയുണ്ട്. നാളെ ഫലം വരുമല്ലോ, എന്തായിരിക്കും ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും. 3 സ്ഥാനാർത്ഥി ടൈറ്റ് മത്സരമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പാരി പഞ്ചായത്തിൽ പോളിംഗ് കമ്മിയായി, വോട്ട് കമ്മിയായിട്ടുണ്ട്. അത് UDF കോട്ടയാണ്. പിന്നെ കണ്ണാടി മാത്തൂരും കുറച്ച് കമ്മിയായിട്ടുണ്ട്. അവിടെ LDF കോട്ടയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു സ്വാതന്ത്ര്യനുണ്ട്, TV ചാനൽ സെമീർ പറഞ്ഞിട്ട്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഒരു 4000 5000 അവൻ പിടിച്ചു കഴിഞ്ഞാൽ അതും അടിവരുന്നത് UDFനുമാണ്. അപ്പോൾ അതിൽ നാളെ വോട്ടെണ്ണുമ്പോൾ ആര് വരുന്നുള്ള അതിലറിയാം. ഭയങ്കര നിരീക്ഷണമാണല്ലേ പൊളിറ്റിക്സ് നടത്തിക്കൊണ്ട്. കണ്ടോ, ഓരോ വോട്ടറെ സംബന്ധിച്ച് ഓരോ വോട്ടറും ഇതേ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. എന്തായിരിക്കും എൻ്റെ ആകാംക്ഷയിലാണ്. ആകാംക്ഷയിൽ നിൽക്കേണ്ടത് ജയിച്ചാൽ ഒരു 1500 2000 ഒരു പാർട്ടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായിരിക്കും പാലക്കാട് നാളെ എന്താണ് പ്രതീക്ഷ? എങ്ങനെ വരും? പറഞ്ഞ അതേ അഭിപ്രായം തന്നെ എനിക്ക്. കട്ടക്കാണ് എല്ലാവരും. കട്ടയ്ക്ക് എന്ത് സംഭവിക്കും പാലക്കാട്? അങ്ങനെ ഒരു ആകാംക്ഷയിലുണ്ടോ? എന്താണ്? പാലക്കാട് കഴിഞ്ഞൂറ് ഷാബി ജയിച്ചു, അത് ഈസി ആയിട്ട് ജയിച്ചു. ഇക്കുറി ഭയങ്കര പ്രശ്നമാണ്. ഈ ഇലക്ഷൻ 5 കൊല്ലം തികയാതെ മുമ്പിൽ വെച്ചതും പിന്നെ ഈ ഷാബി പോയ ഉടനെ BJP പണിക്കിറങ്ങിയിരുന്നു. അവർ കുറേ വോട്ടുകളൊക്കെ ചേർത്തി അവർക്ക് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് മറ്റുള്ള പാർട്ടികൾ പണിയെടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് വോട്ട് കൂടുതലിപ്പോൾ സാധ്യത നിൽക്കുന്നത് BJPക്കാർക്കാണ്. അല്ലെങ്കിൽ UDF LDF ആരും ജയിച്ചാലും കുറേശ്ശെ വോട്ടിൻ്റെ വ്യത്യാസം ജയിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 ആളും ഒപ്പത്തിനൊപ്പമാണ്. പാലക്കാട് കോട്ട മൈതാനമാണ്, കോട്ടയാണ്. ഈ കോട്ട ആര് പിടിച്ചെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഏവരുടെയും മുന്നിലുള്ളത്. നമ്മൾ കേട്ട പ്രതികരണങ്ങളിൽ എന്ന പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നാണ് വോട്ടർമാരും പറയുന്നത്. വോട്ടർമാരുടെ ചിന്ത ഇങ്ങനെയാണെങ്കിൽ നേതൃത്വത്തിൻ്റെ ചിന്ത എങ്ങനെയായിരിക്കും, കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ടതില്ല. അത്രത്തോളം ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടത്തിന് നാളെ വിധിയറിയാൻ പോവുകയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.